നീ ഇന്നലെ കഴുകിട്ടിരുന്ന തുണിയൊക്കെ പറക്കിയായിരുന്നു. ഒരു വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അത് തീർക്കാൻ പോലും ആരും സമ്മതിക്കില്ല. പ്രൈവസി എന്ന് പറയുന്ന സാധനമേ പിന്നെ ഒരു വെറൈറ്റി രീതിയിലാണ് അടി പ്ലേസ് ചെയ്തേക്കുന്നത്. കാരണം അതിന്റെ ഇടയിലോട്ട് നമ്മുടെ കുഴിപ്പളത്ത് അച്ഛനും അമ്മയും വന്നിട്ട് ഇവർക്കൊരു അടി ഉണ്ടാക്കാൻ ഒരു പ്രൈവസി കിട്ടുന്നില്ല. ആ ഒരു സംഗതിയിലാണ് അടി പ്ലേസ് ചെയ്തത്. അത് ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നി. കാരണം സാർ നമ്മളങ്ങനെ അടി കാണിക്കുന്ന അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ അടി ഉണ്ടാക്കുന്ന അങ്ങനത്തെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ പ്ലേസ് ചെയ്ത് ഇതിന്റെ ഒരു പ്രൈവസിയുടെ ഒരു ലെയർ വെച്ചപ്പോൾ അത് ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നി. കാരണം കുഴിപ്പിളത്തെ അച്ഛനും അമ്മയും ലച്ചുവിന്റെ ആ ഒരു റിയൽ മുഖം ഇങ്ങനെ കിടന്ന് അടി ഉണ്ടാക്കുന്ന ആ ഒരു സംഗതി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പ്രശ്നം എന്നൊക്കെ അറിയാനായിട്ട് ഭവാനിയമ്മയുടെ അടുത്ത് നിൽക്കുന്നു. അല്ലെങ്കിൽ അവർ അടി ഒന്നും നല്ല രീതിയിൽ മൂക്കാൻ നേരത്ത് കുഴിപ്പിളത്തെ അച്ഛൻ വിളിക്കുന്നു. അതൊക്കെ ഭയങ്കര എനിക്ക് നല്ല രസകരമായിട്ട് തന്നെയാണ് തോന്നിയത്. ഞാൻ പ്രൊമോട്ട് സ്റ്റാർട്ടിങ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു സാധാ ഒരു അടി എപ്പിസോഡായിരിക്കുന്നു. പക്ഷെ അല്ല, ഭവാനിയമ്മയും ലച്ചുവിന്റെ ആ ഒരു അടിയുടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സാധനം വെച്ചപ്പോൾ എനിക്കത് നല്ല രസകരമായിട്ട് തോന്നി. നമ്മൾ ഷിബു റോക്സ് കണ്ടിട്ട് കുറച്ച് ആളായി. ഷിബു റോക്സും കൂടെ ഒക്കെ വന്നത് ഇപ്പോൾ ശിവാനി എന്തായാലും ഉള്ള ഒരു ടൈമാണ്. ഷിബു റോക്സിന്റെ കുറച്ച് എപ്പിസോഡുകൾ